എന്റെ അറിവിൽ ഈ രാജ്യത്ത് പശുവിന്റെ പേരിൽ ഒരു കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടിട്ടില്ല. जय श्री राम। काट दूंगा बहन के लड़ो, काट दूंगा काट, तुम्हारी बहन की चूत बहन के लड़ो काट, चल गेट आउट। ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകികളാണ്. കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിയെന്നാണ് ജയ് ശ്രീറാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ 5 നേരം കേൾക്കുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. എത്രയോ തീവ്രവാദികൾ ഈ ഒരു പദത്തെ കൊലപാതകത്തിന് മുമ്പും ടെററിസം ആക്ടിവിറ്റീസിന് മുമ്പും ഇങ്ങനെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും 5 നേരം ബാങ്കിൽ ഇത് വിളി മുഴങ്ങുന്ന ഉടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വന്നിരുന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അഖിൽമാരാർ, നിങ്ങളാരും ഒന്നും ചെയ്യില്ല. നിങ്ങൾ ലോക മുസ്ലിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞാലും അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത് പാവങ്ങളെ കൊല്ലാനാണ്, ടെററിസം ചെയ്യാനാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഒരു മുസ്ലിമും നിങ്ങളെ നേരെ കൈനീട്ടില്ല. നിങ്ങൾ പോയി സാക്ഷാൽ ടെററിസ്റ്റുകളുടെ മുന്നിൽ പോയി നിന്ന് പറഞ്ഞാലും അവരും ചിരിച്ചു തള്ളുകയുള്ളൂ. കാരണം ഈ ടെററിസ്റ്റുകൾ ഇസ്ലാം മതത്തിന് വേണ്ടിയല്ല ഇവർ ആൾക്കാരെ കൊല്ലുന്നത്. അവരുടെ സ്വാർത്ഥമായ ജീവിതത്തിന് വേണ്ടി പണം ആവശ്യമാണ്. അതിനുവേണ്ടി അവരെ ആരൊക്കെയോ കരുവാക്കുകയാണ്. ഈ ടെററിസ്റ്റുകളെ കരുവാക്കുന്ന ഉടമകൾ അവരോട് പ്രത്യേക നിബന്ധന വെക്കുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞ് തന്നെ ഒരാളെ കൊല്ലണമെന്ന്. അതുകൊണ്ടാണ് ഈ ICSും മറ്റുള്ള ടെററിസ്റ്റുകളും ആ പേര് വിളിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പേര് വിളിച്ചുകൊണ്ട് പാവങ്ങളെ കൊല്ലുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമുണ്ട്. ഈ ടെററിസ്റ്റുകൾ കൊണ്ട് ഇസ്ലാം മതത്തിനും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർക്കും എന്താണ് ലാഭം? അത് താങ്കൾ വെളിപ്പെടുത്തണം. അറിയുമെങ്കിൽ. പിന്നെ വേടൻ പറഞ്ഞത് ശ്രീരാമനെ വിളിച്ചാണ് ഇവിടെ പാവങ്ങളെ കൊല്ലുന്നു എന്നുള്ളത്, അത് 100% സത്യമാണ്. താങ്കൾ ഇതറിഞ്ഞില്ലെങ്കിൽ തൻ്റെ കണ്ണിനും ചെവിക്കും അന്ധത ബാധിച്ചു എന്നാണ് അർത്ഥം. ബീഫ് ഭക്ഷിച്ചതിൻ്റെ പേരിലും മുസ്ലിം വേഷവിധാനങ്ങൾ കൊണ്ട് മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞത് മൂലം 100 കണക്കിന് ആളുകളാണ് ഈ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കൊലപാതകികളെ ഒന്നും ആരും അറസ്റ്റ് ചെയ്തില്ല എന്ന് താൻ പറഞ്ഞു. എങ്ങനെ അറസ്റ്റ് ചെയ്യും? മുകളിൽ നിന്നും ശക്തമായ ഓർഡർ ഉണ്ടായിരുന്നു, പോലീസുകാരെ, നിങ്ങൾ ഈ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യരുത്, പകരം നിങ്ങൾ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുക എന്ന്. പിന്നെ എങ്ങനെ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടും? അങ്ങനെയുള്ള ഒരു വീഡിയോ മാത്രമാണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്. തൻ്റെ കൂരിരുട്ട് നിറഞ്ഞ കണ്ണ് തുറന്ന് താൻ നോക്കുക. എന്നിട്ട് ആയുധമേന്തിയ നിരവധി അക്രമികാരികൾക്ക് കൂട്ടുനിൽക്കുന്നത് പോലീസാണോ എന്ന് ഉറപ്പുവരുത്തുക.